റാം ടോക്ക് 360യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വിവാഹത്തിലേക്ക് നയിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത ചില പ്രവൃത്തിയോഗങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടും ചില കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. 4 അതിലധികമോ ഗ്രഹങ്ങൾ വളരെ ബലവാന്മാരായിട്ട് ഏതെങ്കിലും രാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രവൃത്തിയോഗത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവൃത്തിയോഗം ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴും ഓരോ രീതിയിലായിരിക്കുമെങ്കിലും അവയ്ക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. ഇപ്പോൾ സൂര്യനാണ് പ്രവൃത്തിയോഗകാരകന്മാരിൽ ഏറ്റവും ബലവാനാണെങ്കിൽ ശാക്യനാകും. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വ്യാഴമാണ് ഇതിനകത്ത് ഏറ്റവും പ്രബലമായ ഗ്രഹം എങ്കിൽ സന്യസിക്കും, യാതൊരു സംശയവുമില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. സന്യാസവൃത്തിയുടെയും ധാർമ്മികമായ മുന്നോട്ട് പോക്കിൻ്റെയും എല്ലാം കാരകത്വം അടിസ്ഥാനപരമായിട്ടുള്ളത് വ്യാഴം എന്ന ഗ്രഹത്തിനാണ്. അതുമാത്രമല്ല, 9ാം ഭാവമാണ് മോക്ഷഭാവം. 9ാം ഭാവം കൊണ്ടാണ് ആചാര്യ, ദൈവത, പിതൃ, ശുഭ, പൂർവ, ഭാഗ്യ, പൂജ, തപസ്, പൗത്ര, ജപ, ആര്യ, വംശാൻ എന്നാണ് മന്ത്രേശ്വരൻ പറഞ്ഞിരിക്കുന്നത്. ജപത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും തപസ്സിൻ്റെയുമായ ഭാവം 9. ആ 9ാം ഭാവത്തിൽ ഈ 4 അതിൽ കൂടുതലോ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് ഉത്തമമായ പ്രവൃത്തിയോഗമാണ്, സന്യാസയോഗമാണ് എന്നാണ് പല ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളതും ഞങ്ങളെപ്പോലുള്ള വെറും സാധാരണക്കാരുടെ അനുഭവത്തിലും പല ജാതകങ്ങളിലും നമുക്കത് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ആചാര്യൻ പറയുന്നുണ്ട്. നവമ ഭവന സംസ്ഥയെ മന്ദകേ അന്യൈരദൃഷ്ടേ ഭവതി നരപയോഗ തീർത്ഥകൾ പാർത്ഥിവേന്ദ്ര എന്നാണ്. അതിൻ്റെ അർത്ഥം 9ാം ഭാവത്തിൽ മറ്റൊരു ഗ്രഹത്താലും വീക്ഷിക്കപ്പെടാതെ ശനി നിൽക്കുകയാണെങ്കിൽ അതും ഈ തരത്തിലുള്ള ഒരു പ്രവൃത്തിയോഗമാണ്. വിവാഹത്തിൽ താല്പര്യം ഉണ്ടായിരിക്കണമെന്നില്ല, വിവാഹത്തിലേക്ക് നയിക്കപ്പെടാൻ ആഗ്രഹം കാണുകയുമില്ല. അതേപോലെ ശനി ഈ തരത്തിലുള്ള ഏതെങ്കിലും അവധൂതത്വമുള്ള രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും അത് കൂടുതൽ പ്രബലമായിരിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളുകയും നോക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നീട് വ്യാഴം തന്നെ 9ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയോടുകൂടിയോ ശനിയുടെ ദൃഷ്ടി അല്ലാതെയോ നിന്നാൽ പോലും അതും ഒരു സന്യാസയോഗമാണ്. അപ്പോൾ ഈ തരം സന്യാസയോഗങ്ങളും ഡിറ്റാച്ച്മെൻറ്റിൻ്റെ യോഗങ്ങളും റൊമാൻസിനോട് പ്രത്യേക താല്പര്യമില്ലാത്ത യോഗങ്ങളും ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകാനുള്ള യോഗങ്ങളും എല്ലാം നമ്മൾ കൂട്ടായിട്ട് യോജിപ്പിച്ചിട്ട് വേണം ഒരു വ്യക്തിക്ക് വിവാഹത്തിൽ താല്പര്യം ഇല്ലായ്മ എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ. അങ്ങനെയുള്ളവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കൗൺസിലിങ്ങോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള രീതിയിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇനി നമുക്ക് ഈ വരാഹമിരാജാരൻ എന്താ പറഞ്ഞേക്കുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ജാതക വിശേഷം എന്ന് അതിബൃഹത്തായ ഒരധ്യായം രചിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ആദ്യം പറയുന്ന പോലെ സ്വല്പം വൃത്തവിചിത്രം അർത്ഥബഹുലം ശാസ്ത്രപ്ലവം പ്രാരംഭേന. ശാസ്ത്രത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഇതാണ്: ഞാൻ എഴുതാൻ പോകുന്നത് ഈ തരത്തിലുള്ളതാണ്. എന്താണ്? സ്വല്പം വൃത്തവിചിത്രം, വിചിത്രമായ വൃത്തങ്ങളിലുള്ളതാണ്. അർത്ഥബഹുലം, ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നതാണെന്ന്. അത്തരം ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരധ്യായം മുഴുവനായിട്ട് സ്ത്രീജാതക വിശേഷങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഗുണങ്ങൾ, അവളുടെ കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, അവൾക്കുള്ള പ്രത്യേക ശീലങ്ങൾ, ഈ തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് സവിസ്തരം അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ചില റിലവൻ്റായ ഭാഗങ്ങൾ മാത്രം നമുക്കിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ നോക്കാം. അത് തുടങ്ങും തന്നെ യത് യത് ഫലം നരഭവേക്ഷമം അങ്കനാനാം തത്തത്വദേശ് പതിഷുവാ സകലം വിധേയം. തുടങ്ങിയേക്കുന്നത് ഏതെല്ലാം ഫലങ്ങൾ നരന്മാർക്ക് മാത്രം വ്യവസ്ഥിതി അനുസരിച്ച് അനുഭവിക്കാൻ പര്യാപ്തമായ കാര്യം പെൺകുട്ടികളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അതെല്ലാം അവളുടെ ഭർത്താവിന് അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ തരത്തിലുള്ള ആളായിരിക്കും ഭർത്താവെന്ന് പറഞ്ഞേക്കണമെന്ന്. അതും ഒരു പെൺകുട്ടിക്ക് ഏത് തരത്തിലുള്ള ഭർത്താവാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് കൃത്യമായി നിഗമനം നടത്താനും മനസ്സിലാക്കാനും
ബുദ്ധിമാന്മാരായ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് അതും നമുക്ക് ഉപയോഗിക്കാം. അന്നത്തെ കാലം അനുസരിച്ചാണെങ്കിൽ വലിയൊരു തെങ്ങുകയറ്റക്കാരിയാകാനാണ് സാധ്യത എന്ന് പെൺകുട്ടിയുടെ ജാതകത്തിലുണ്ടെങ്കിൽ പെൺകുട്ടികൾ തെങ്ങ് കയറത്തില്ല. അപ്പോൾ എന്താണ് തീരുമാനിക്കേണ്ടത്? അവർക്ക് ഒരു നല്ല തെങ്ങുകയറ്റക്കാരനാകാം, ഒരു പക്ഷേ ഭർത്താവായിട്ട് വരാൻ സാധ്യതയുള്ളെന്ന് പറഞ്ഞോണമെന്നാണ്. ഞാനിത് വെറും ഒരു സിമിലി പ്രയോഗിച്ചതേ ഉള്ളൂ. ഇത് ആ തെങ്ങേറ്റക്കാരെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി വ്യവസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ അടുത്ത 2 വരികൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? താസാന്തു ഭർത്തൃമരണം നിധനെ വപുസ്തു ലഗ്നേന്ദുകം സുഭഗത അസ്തമയെ പതിച്ചാന്ന്. ഈ ജാതകപ്പൊരുത്ത ശോധനയിൽ എല്ലാ ആളുകളും ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടിയും പ്രബലമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. താസാന്തു ഭർത്തൃമരണം നിധനെ. ഏത് പെൺകുട്ടിയുടെ ജാതകം എടുത്താലും അവളുടെ ഭർത്താവിൻ്റെ മരണം നിധനം കൊണ്ട്, അഷ്ടമഭാവം കൊണ്ടാണ് പറയേണ്ടത്. ലഗ്നേന്ദുവം സുഭഗത, അവളുടെ ലഗ്നരാശി കൊണ്ടും ചന്ദ്രരാശി കൊണ്ടും അവളുടെ സുഭഗതയാണ് പറയേണ്ടത്. അസ്തമയെ പതിച്ച 7ാം ഭാവം കൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ സുഭഗത. എങ്ങനെയുള്ള ആളായിരിക്കും ഭർത്താവ്? അയാളുടെ ശീലങ്ങൾ എന്തായിരിക്കും? രൂപങ്ങൾ എന്തായിരിക്കും? ഭാവങ്ങൾ എന്തായിരിക്കും? അയാളുടെ താല്പര്യങ്ങൾ എന്തായിരിക്കും? ഇതെല്ലാം 7ാം ഭാവം കൊണ്ട് പറയണമെന്ന്. ഇത് മനസ്സിൽ വെച്ചിട്ട് മാത്രമേ 7ൽ ചൊവ്വ നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഈ രാജ്യത്ത് കല്യാണത്തിന് വേണ്ടി ചൊവ്വയെ അന്വേഷിച്ച് ബ്രോക്കർമാരെയും ബാക്കിയുള്ളവരെയും എല്ലാം വിടുന്നതിന് മുമ്പ് ഇതും കൂടി നമ്മൾ കണക്കാക്കേണ്ടതായിട്ട് വരും. ആ അധ്യായത്തിൽ തന്നെ 9ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഈ ഭർത്തൃമരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ആഗ്നേയൈ വിധവ അസ്തരാശി സഹിതൈ മിശ്രൈ പുനർഭൂർഭവേൽ എന്നാണ്. അതിൻ്റെ അർത്ഥം ആഗ്നേയൈ വിധവ, ആഗ്നേയ ഗ്രഹങ്ങൾ വൈധവ്യത്തെ പ്രദാനം ചെയ്യും. എങ്ങനെയുള്ളതാണ്? അസ്തരാശി സഹിതൈഹി, അസ്തരാശി സഹിതൈഹി ആഗ്നേയ ഗ്രഹൈഹി എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. വളരെ അർത്ഥപൂർണമായിട്ടാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആഗ്നേയ ഗ്രഹൈഹി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ വിഭക്തി വെച്ച് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അത് ബഹുവചനമാണ്. ബഹുവചനമാണെങ്കിൽ 3ഓ അതിൽ കൂടുതലോ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. അസ്തരാശി സഹിതേഹി. അപ്പോൾ റെക്ലെസ്സായിട്ട്, അൺസ്ക്രൂപ്പുലസ്സായിട്ട്, പ്രത്യേകിച്ച് യാതൊന്നും നോക്കാതെ വൈധവ്യം പറയണമെങ്കിൽ 3ഓ അതിലധികമോ ആഗ്നേയ ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ചൊവ്വയോ ഒരു രാഹുവോ മാത്രം ഉണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ആലോചിക്കാതെ വൈധവ്യം ഡിക്ലെയർ ചെയ്തിട്ട് കാണുന്ന ആളുകളോടെല്ലാം 7 ചൊവ്വയുള്ള കുട്ടിയാന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല എന്ന്. അതിന് വേറെ ചില നിയമങ്ങളും ബാക്കിയുള്ളതെല്ലാം കൂടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഈ വിഭക്തിയൊക്കെ സാമാന്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഗുരുപദേശം അനുസരിച്ച് ഈ കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉപദേശം വേണ്ടവർക്ക് കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ അകാരണമായിട്ട് പല യൗവന സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞ പാപം നമ്മുടെ ഭാണ്ഡത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ ഈ വരാഹമിഹിരാചാര്യൻ ഈ ഭാര്യാമരണ യോഗങ്ങളും ഭർത്തൃ പ്രത്യേകതകളും പറഞ്ഞതിനെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തേക്ക് എല്ലാവർക്കും നമസ്കാരം.